ഹലോ ഗൈസ്, എത്തിരിക്കുന്നതാണ് വിവോ V20. കണ്ടില്ലേ, നല്ല അടിപൊളി കളറാണ്. ആക്ച്വലി ഇത് നമ്മളെ S22 അൾട്ര ഉള്ള ഒരു കളറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. ഇത് റെഡ്, ഇതിനെ ശരിക്കും വേറെ റെഡ് ആണ് പറയുന്നത്. നമ്മൾ സാംസങ് S22 അൾട്രയിൽ ബർഗണ്ടി എന്നാണ് പറയുന്നത്. ഏകദേശം അതേ ഒരു ടൈപ്പ് ഒരു കളറാണ്. ആൻഡ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി നമുക്ക് കഴിഞ്ഞാൽ ഇതിനകത്ത് കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 120Hz സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ട് അതിനകത്ത് കിട്ടുന്നുണ്ട്. LTPO നൽകിയിട്ടില്ല. ഇതിന്റെ ബ്രൈറ്റ്നസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 1300 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. നമുക്ക് പുറത്ത് വിസിബിലിറ്റി കാര്യങ്ങളൊന്നും യാതൊരു ഇഷ്യൂവും ഇല്ല. നല്ല ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നുള്ളത്. പിന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് ഡിസ്പ്ലേയിലാണ് വരുന്നത്. അത് വളരെ ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഇതിനകത്തുണ്ട്. നല്ല ആനിമേഷൻ ആയിട്ടാണ് ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നത്. അൺലോക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു ആനിമേഷൻ ആണെങ്കിൽ വളരെ അടിപൊളിയാണ്. ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഡൈനാമിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഡൈനാമിക് എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ രീതിയിലുള്ള കസ്റ്റമൈസേഷൻസ് അവൈലബിൾ ആണ്. ഹോം സ്ക്രീൻ ട്രാൻസ്ലേഷൻ അനിമേഷൻ, ഫിംഗർ പ്രിന്റിന്റെ അനിമേഷൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഫിംഗർ പ്രിന്റ് സ്റ്റൈൽ നമുക്ക് മാറ്റിയിടാൻ പറ്റും. കളർഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് ഇടാൻ പറ്റും. പിന്നെ ഇതിനകത്ത് റെക്കഗ്നേഷൻ അനിമേഷൻ, ഫേസ് അൺലോക്ക് അനിമേഷൻ, USB അനിമേഷൻ, അങ്ങനെ കസ്റ്റമൈസേഷന്റെ കളിയാണ്. ആൻഡ് ഇതുവരെ എനിക്ക് ഫണ്ട ചോയ്സിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐക്കൺസ് ഉണ്ടല്ലോ. ഇതിൽ പറഞ്ഞ ഐക്കൺസ്, ഇതിനകത്തുള്ള ഡിഫോൾട്ട് ഐക്കൺസും ഷേപ്പ് മാറ്റിയിടാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വാൾപേപ്പർ അനുസരിച്ചുള്ള കളറെ മാത്രം ഇടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പോരായ്മ എനിക്ക് ഫണ്ട ചോയ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ബ്ലോഡ് ബേസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ബ്ലോഡ് ബേസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ്, പിന്നെ ഇതുപോലെ ഫോൺ പേ, അങ്ങനെ കുറച്ച് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഇപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ട്. അത് നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്തിടാന്നുള്ളതേ ഉള്ളൂ. പിന്നെ വളരെ സ്മൂത്ത് ആണ് OS. ഫണ്ട ചോയ്സ് 14 റൺ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 14 ആണ്. 3 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് വിവോ തരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിനകത്ത് ഫേസ് ചെയ്യുന്നില്ല. ബഗ് കാര്യങ്ങളൊന്നുമില്ല. അപ്ഡേറ്റിന്റെ കാര്യത്തിൽ വിവോ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം 3 വർഷമായിട്ടുള്ള ഒരു വിവോ എൻ്റെ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ ഇത്രയും നാളായിട്ട് അതിന് കറക്റ്റ് എല്ലാ മാസം അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഇത് വിവോയുടെ V5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. V21 ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ അതെത്തില്ല, കുഴപ്പമില്ല. ഇത് V5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇത് V29 ആണ്. പിന്നെ എന്റെ ഡിസൈനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത്. ബാക്ക് ഗ്ലാസ് ആണ്. നമുക്ക് റിംഗ് ലൈറ്റ്, ഓറ ലൈറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു. ഈ ലൈറ്റ് നമുക്ക് രാത്രി ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇവർ പറയുന്നത് വെഡിങ് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കരമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വെഡിങ് ഫോട്ടോസ് ഒന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല. നമുക്ക് എന്തായാലും ഒരു ക്യാമറ സാമ്പിൾസ് ഞാൻ കുറച്ചെന്തായാലും ഇട്ടിരിക്കാം. നല്ല ഒരു ലൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം പവർ കട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. ക്യാമറ റേഞ്ച് നോക്കുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയാണ് വരുന്നത്. അത് സോണി IMX സെൻസർ ആണ്. അതുപോലെ 8 MB അൾട്രാ വൈഡ്, 2 MB മാക്രോ സെൻസർ ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓറ ലൈറ്റ്, OS പോർട്രേറ്റ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് പ്രൊഫഷണൽ പോർട്രേറ്റ് എന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നന്നായി. ഫ്രെയിം പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. USB 2.0 സപ്പോർട്ട് വരുന്നുണ്ട്. മോണോ സ്പീക്കറാണ് വരുന്നത്. വിവോ എടുത്ത് വെറും ചറ്റത്തരമാണ് കാണിക്കുന്നത്. ഈ പറയുന്ന മോണോ സ്പീക്കർ കൊടുക്കുന്നത് എന്തായാലും നല്ല കാര്യമായി. നിങ്ങൾ V40 സീരീസിലെങ്കിൽ അത് സ്റ്റീരിയോ സ്പീക്കർ ആക്കിയത്. ഈ 30,000 രൂപ കൊടുക്കുന്ന ഫോണിന് എന്തിനിടെ ഈ ഒരു പറയുന്ന മോണോ സ്പീക്കർ വെച്ചെടുക്കുന്നത്? നിങ്ങളത് മാറ്റി, കുഴപ്പമില്ല. സൗണ്ട് ക്വാളിറ്റി എന്തായാലും നിങ്ങൾക്ക് ക്യാപ്ചർ തരാം. മോണോ സ്പീക്കറാണ്. അടച്ചു കഴിഞ്ഞില്ല. ഈ ഒരു ഒറ്റ സ്പീക്കറിന് മാത്രമേ ഉള്ളൂ, ഇതിനില്ല. 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു മോഡൽ. ഇതിനകത്ത് 8GB വരെ നമുക്ക് മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ട് ചെയ്യണമാണ്. ആര് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഫോണിന് റാമിൽ പ്രശ്നം വരിക, അല്ലാതെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടപ്പുണ്ട്. നല്ല രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ലോക്ക് സ്ക്രീനൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. പിന്നെ വാൾപേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാൾപേപ്പേഴ്സ് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ആകെപ്പാട് എനിക്ക് ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഐക്കൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. Qualcomm Snapdragon 778 ആണ് ഈ ഒരു ഫോണിനകത്ത് വരുന്ന പ്രൊസസർ. ഇതിൽ 6nm പ്രൊസസറാണ്. പ്രൊസസറിനെ പറ്റി പറയുകയാണെങ്കിൽ 778 ആണ്. ഇപ്പോഴുള്ള പ്രൊസസർ അല്ല. എങ്കിൽ പോലും സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും. ആപ്പ് ഇൻസ്റ്റാളേഷൻ എന്തൊക്കെയായാലും വലിയ പെട്ടെന്ന് ലാഗോ സംഭവം ഒന്നും വരത്തില്ല. കാരണം സ്നാപ്ഡ്രാഗൺ എന്ന് പറഞ്ഞ പ്രൊസസറാണ്, നിങ്ങൾക്ക് അറിയാം. ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഇത്രയും ഈ ഒരു ഫോൺ കിട്ടിയിട്ട് യൂസ് ചെയ്തിട്ടൊന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ബാറ്ററിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 4600 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ഉള്ളത്. 80 വാട്ടിന്റെ ചാർജർ നമുക്ക് പെട്ടി തന്നെ കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു കേസും പെട്ടിക്കകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇൻ ഹാൻഡ് ഫീലിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല കമ്പയർ ടു എൻ്റെ OnePlus.
ഈ ഒരു OnePlus 12R ഭയങ്കര വെയിറ്റ് ആണ് സത്യം പറഞ്ഞാൽ. 200 സംതിങ് ഗ്രാം ഉണ്ട്, എന്നാൽ ഇത് 186 ഗ്രാമിനടുപ്പിച്ചൊക്കെ വരുന്നുള്ളൂ. ഇത് നല്ല വെയിറ്റ് ആണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആക്സിഡന്റ് ടച്ചസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു കേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ആ കേസ് ഉപയോഗിക്കാതെ വേറെ ഏതെങ്കിലും കേസ് ഒക്കെ നല്ലത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാനാണ് ശ്രമിക്കുക. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് എന്നുള്ളൊരു പോരായ്മയുള്ള പിന്നെ ഈ ഒരു റേറ്റിൽ ബഡ്ജറ്റിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഫോൺസും ഈ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കൊടുക്കുന്നത്. ഇപ്പോഴാണ് ചില ഫോണുകൾക്ക് മെറ്റൽ ബോഡി ആയി തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ OnePlus Nord 4 V40 പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു ഫ്രെയിം, അങ്ങനെയുള്ള ഫോണുകൾ. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഭയങ്കരമായിട്ട് വെടിപ്പൊക്കെയുള്ള ഫോണൊന്നും അല്ല, എങ്കിലും ഒരു നോർമൽ യൂസേജിനൊക്കെ അത്യാവശ്യം ഗെയിമിങ്ങിന് സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ട് തന്നെ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് V29 ആണ്. ഇത് 2023 ഇറങ്ങിയ ഒരു ഫോണാണ്. ആൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഈ ഒരു ഫോണിലോട്ട് പോകാതെ V40 സീരീസ് എടുക്കാൻ ശ്രമിക്കുക. കാരണം അതിനകത്ത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്വാൾസീസിന്റെ കൊളാബറേഷൻ വെച്ചുള്ള ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ക്വാൾസീസിന്റെ കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ക്യാമറ ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിരിക്കും. പിന്നെ എടുത്തു പറയാനുള്ളത് V40 സീരീസിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പോഴും വിവോയുടെ മോണോ സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ V40 മാക്സിമം പോകാൻ ശ്രമിക്കുക. പിന്നെ ആ ഒരു റേഞ്ചിനകത്ത് OnePlus Nord 4 ഉണ്ട്. V40 ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു ഫോണ്. പിന്നെ കുറച്ചുകൂടെ പ്രൊസസർ ഗെയിമിംഗ് അങ്ങനത്തെ സംഭവം വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും Realme GT 60 പോകാൻ ശ്രമിക്കുക. ആൻഡ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 33 ഇത് 8GB 120GB സ്റ്റോറേജ് ആണ് വരുന്നത്. ഇനി മുതൽ നിങ്ങൾ മാക്സിമം 256GB പറഞ്ഞ ഫോൺ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്തായാലും നമ്മളിപ്പോൾ എടുക്കണ ഈ ഒരു ഫോണിന്റെ ഫോട്ടോസിലൊക്കെ നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്പേസ് എടുക്കും. അപ്പോൾ അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ ആപ്സും അതിന് മാത്രം സ്റ്റോറേജ് എടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അത് തന്നെ 1GB അപ്ഡേറ്റ് ഉണ്ട്. ആ ഒരു അപ്ഡേറ്റ് തന്നെയുള്ള സ്പേസ് വരെ എടുക്കും. അപ്പോൾ ഇങ്ങനെ സ്പേസ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ സ്പേസിന്റെ ഒരു ഇൻസഫിഷ്യൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ 256GB ഇന്ത്യയുടെ സ്റ്റോറേജ് ഉള്ള ഫോണുകൾ ഇനി എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത്ര എപ്പോഴും മറ്റേ ആപ്പിള് അവിടെ 128 വെച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനെപ്പറ്റി ഒരു വീഡിയോ ഐഫോൺ ഇട്ടിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ ഒരുപാട് പേര് ഇതിന്റെ ഇപ്പോൾ ഈ ഒരു പറയുന്ന വിവോ, ഓപ്പോ, റിയൽമി, OnePlus ഇതിനൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം എടുത്ത് ചോദിച്ചോട്ടെ, ഈ പറയുന്ന ഐഫോണിന് നിങ്ങൾ ഞാൻ ട്വിറ്ററിൽ കണ്ടതാണ്, ഈ OnePlus ബാക്കിയുള്ള ഫോൺ പറയുമ്പോൾ അതിനകത്ത് ഗ്രീൻ ലൈൻ ഇഷ്യൂ പറയാനുണ്ട്. പ്രത്യേകിച്ച് OnePlus, ഞാൻ അതിന് OnePlusന്റെ വീഡിയോ ഞാൻ ശരിക്കും പറയാനുണ്ട്. ഈ ഐഫോണിനകത്ത് പറഞ്ഞ ഇഷ്യൂ നിങ്ങൾ ആരെന്ത് കൊണ്ട് പറയാത്തത്? ഐഫോണിനെ ആർക്കെങ്കിലും മാറ്റി കൊടുക്കുന്നുണ്ടോ? 31,000 രൂപയാണ് ഫോണിന്റെ ഡിസ്പ്ലേ മാറാനായിട്ട്. ആർക്കെങ്കിലും മാറ്റി കൊടുക്കുന്നുണ്ടോ? ഞാൻ OnePlusന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ള ഒരു വീഡിയോ. നിങ്ങൾ എന്തായാലും ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. OnePlus 12R ഒരു വീഡിയോ ഇനി അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ബൈ.